ഓഗസ്റ്റ് 20. മധുവർഷകനായ വേദപാരംഗതൻ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന വിശുദ്ധ ബെർണാദിന്റെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുന്നത്. അദ്ദേഹം ജർമ്മനിയിലെ ഒരു ചെറുപട്ടണത്തിൽ 1091 ജനിച്ചത്. അസാമാന്യമായ നിഷ്കളങ്ക പ്രകൃതിയും ഹൃദയ നൈർമല്യവും ജീവിതത്തിലുടനീളം ഒരു സുതാര്യത കാണിക്കുകയും ചെയ്ത സ്വഭാവവിശേഷങ്ങൾ കാണിച്ചിരുന്ന ഒരു ബാലനായിരുന്നു ചെറുപ്പത്തിലെ ബെർണാഡ്. പ്രാഥമിക വിദ്യാഭ്യാസവും തുടർന്നുള്ള ഉയർന്ന വിദ്യാഭ്യാസവും ഒക്കെ പൂർത്തിയാക്കിയതിനു ശേഷം 23-ാം വയസ്സിലാണ് അദ്ദേഹം ഒരു ആശ്രമത്തിൽ അർത്ഥിയായിട്ട് പ്രവേശിക്കുന്നത്. അവിടെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ ഓരോ ദിവസവും തന്നെ ബെർണാഡ് തന്നോട് തന്നെ ചോദിക്കും, ബെർണാഡേ ബെർണാഡേ, നീ എന്തിനിവിടെ വന്നു? ഇതൊരു മനഃശാസ്ത്ര രീതിയിലുള്ള ഒരു സമീപനം കൂടി അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. അതിന് ഉത്തരം ബെർണാഡിന് ലഭിക്കണം, അല്ലെങ്കിൽ ബെർണാഡ് കൊടുക്കണം. അതുവഴിയായി തന്റെ ജീവിത ലക്ഷ്യം നവീകരിക്കുന്നതിനുള്ളൊരു മാർഗമായിട്ട് ബെർണാഡ് ആ ചോദ്യത്തെയും അതിനുള്ള ഉത്തരത്തെയും നോക്കിക്കണ്ടു. 3 കൊല്ലക്കാലമാണ് അദ്ദേഹത്തിന് അവിടെ സന്യാസ പരിശീലനം ലഭിച്ചത്. ഈ പരിശീലന കാലത്ത് ബെർണാഡിന്റെ ജീവിതവും ബെർണാഡിന്റെ നിയമങ്ങളോടുള്ള അനുഷ്ഠാനത്തിലുള്ള താല്പര്യവും പക്വമായിട്ടുള്ള പ്രവർത്തന ശൈലികളും കണ്ട് അധികാരികൾക്ക് വലിയേറെ മതിപ്പും അതിലേറെ വിസ്മയവും ജനിപ്പിച്ച ഒരു യുവ സന്യാസിയായിരുന്നു ബെർണാഡ്. ബെർണാഡിന്റെ അതിശയകരമായിട്ടുള്ള ജീവിതശൈലി കണ്ടിട്ട് തൃപ്തി തോന്നി സന്യാസാധികാരികൾ പതിവ് വിട്ട് ബെർണാഡിനെ ഉടനെ തന്നെ പുതിയ ഒരു ആശ്രമത്തിന്റെ ആബട്ടായിട്ട് നിയമിക്കുകയാണ്. ആ ആശ്രമത്തിന്റെ ആബട്ടായിട്ട് തുടർച്ചയായി 37 വർഷം അദ്ദേഹം ആശ്രമത്തിന്റെ അധിപനായിട്ട് തുടർന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് കാണുന്നത്. എന്നാൽ ആ കാലഘട്ടങ്ങളിലൊക്കെ ബെർണാഡ് ആശ്രമത്തിന്റെ അധിപനായിട്ട് 4 ചുമരുകൾക്കുള്ളിൽ ഒഴിഞ്ഞുകൂടുകയല്ലായിരുന്നു ചെയ്തത്. യൂറോപ്പിലെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളിൽ ചുറ്റി നടന്ന് 136 ആശ്രമങ്ങൾ സ്ഥാപിക്കാൻ ബെർണാഡിന് സാധിച്ചു എന്നുള്ളതാണ് വിസ്മയകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. യൂറോപ്പിൽ ആശ്രമങ്ങൾ സ്ഥാപിച്ച് ആ ആശ്രമങ്ങളിലൊക്കെ വിശുദ്ധ ബെനഡിക്റ്റിന്റെ നിയമങ്ങളും സന്യാസ ജീവിതവും പരിപാലിക്കാൻ വേണ്ടി ബെർണാഡ് ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് ബെനഡിക്റ്റിൻ സഭയുടെ സ്ഥാപകൻ വിശുദ്ധ ബെനഡിക്റ്റ് ആണ്. അതുപോലെ തന്നെ ആ ബെനഡിക്റ്റിൻ സഭയുടെ 2ാമത്തെ സ്ഥാപകൻ എന്ന നിലയിലാണ് സഭ വിശുദ്ധ ബെർണാഡിനെ കാണുന്നത്. തീർത്തും കർമ്മനിരതനായിട്ടുള്ള ബെർണാഡിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടും അധ്വാനത്തിന്റെയും അതോടൊപ്പമുള്ള തീക്ഷ്ണമായ പ്രാർത്ഥനയുടെയും ഫലമായിട്ടുമാണ് സിസ്റ്റേഴ്സൺ സഭയുടെ സ്ഥാപകനായിട്ട് ബെർണാഡ് എണ്ണപ്പെടുന്നത്. സിസ്റ്റേഴ്സൺ സഭയുടെ ഒരു ശാഖയാണല്ലോ ട്രാപ്പിസ്റ്റ് സന്യാസ സഭ. ഈ സഭകളൊക്കെ കത്തോലിക്ക ആത്മീയതയ്ക്ക് ഒരുപാട് ഈടുറ്റ സംഭാവനകൾ ചെയ്തിട്ടുള്ള സന്യാസ സഭകളാണ്. അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിലും അദ്ദേഹത്തിന്റെ വാക്വിലാസത്തിലും മധുരമായി സംഭാഷിക്കാനുള്ള കഴിവിലും വളരെ വിസ്മയനീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ബെർണാഡിനെ നിർവഹിക്കാൻ സാധിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിരുന്നു എവ്ജീനിയസ് 3-ാമൻ മാർപ്പാപ്പ. അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷവും തന്റെ ഗുരുവായിട്ടുള്ള ബെർണാഡിനോട് ഉപദേശങ്ങൾ ചോദിച്ചിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ മാർപ്പാപ്പയെ പോലും ഉപദേശിക്കത്തക്ക വിധത്തിലുള്ള സ്ഥിതിയിലേക്ക് ബെർണാഡ് വയ്ക്കപ്പെടാനിടവരുന്നു. ബെർണാഡിന്റെ ദൈവമാതൃഭക്തി എമ്പാടും പ്രകീർത്തിക്കപ്പെടുന്നതാണ്. ഇന്ന് പോലും നിലവിലുള്ള എല്ലാ കത്തോലിക്ക വിശ്വാസികളുടെയും അധരങ്ങളിൽ തത്തിക്കളിക്കുന്ന എത്രയും ദയുള്ള മാതാവേ എന്ന നമസ്കാരം ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ബെർണാഡിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത് നാം ഓർക്കണം. അദ്ദേഹം ഇത്രയേറെ പ്രവർത്തനങ്ങളിൽ മുഴുകിയെന്ന് വരികിലും ഒരു ദിവസം പോലും ധ്യാനം അദ്ദേഹം മുടക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം.
മാർപ്പാപ്പമാരോടും വലിയ ആത്മീയ ഗുരുക്കന്മാരോടും വിദ്യാർത്ഥികളോടും അദ്ദേഹം പറഞ്ഞിരുന്നതിൽ ഒരു വലിയ കാര്യം, എന്തെല്ലാം പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടാലും അനുദിനമുള്ള ധ്യാനത്തിന് മുടക്കം വരുത്തരുത് എന്നുള്ളതായിരുന്നു ബെർണാഡിന്റെ നിർദ്ദേശങ്ങൾ. അങ്ങനെ അദ്ദേഹം ആ നിർദ്ദേശവും പാലിച്ചുകൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ തനിക്ക് ജീവിക്കാൻ വേണ്ടി ലഭിച്ച 62 കൊല്ലക്കാലം വളരെ ധന്യമായ രീതിയിൽ കർമ്മനിരതനായിട്ട് ചെലവഴിച്ച് 1153 അദ്ദേഹം ദിവഗതനായി. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പുണ്യ സൗരഭ്യം പരന്ന് വിടർന്ന് വികസിച്ചതുകൊണ്ട് സഭ അദ്ദേഹത്തെ വിശുദ്ധനായിട്ടും തുടർന്ന് വേദപാരംഗതനായിട്ടും ഉയർത്തുകയാണുണ്ടായത്. ഇദ്ദേഹത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമുക്ക് ജീവിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്ന ഏതാനും വർഷങ്ങൾ തീർത്തും ഫലവത്തായിട്ട് ജീവിച്ച് ഉപകാരപ്രദമാകുന്ന സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഇടതക്ക വിധത്തിൽ നമ്മുടെ ജീവിതങ്ങൾ കഴിക്കുവാൻ വേണ്ട കൃപാവരത്തിനു വേണ്ടി ഈ പിതാവിനോട് തന്നെ നമുക്ക് മാധ്യസ്ഥം തേടാം.